ആണവ നിലയങ്ങളിലെ അപകട സാധ്യത ചർച്ചയാകുന്നതിനിടയിൽ വെളിപ്പെടുത്തലുമായി സൗദി അറേബ്യ. ഇറാനിലെ നതാൻസ്, ഇസ്ഫഹാൻ ആണവ നിലയങ്ങളിൽ നിന്ന് റേഡിയേഷൻ അപകട സാധ്യതയില്ല എന്നാണ് സൗദി അറേബ്യയുടെ വെളിപ്പെടുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളുടെ പരിസരത്ത് പാരിസ്ഥിതിക മലിനീകരണമില്ല എന്നും സൗദി പറയുന്നു. ഇറാൻ ന്യൂക്ലിയർ റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾക്ക് അനുസൃതമായി രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ എമർജൻസി ഇൻസിഡന്റ് സെന്റർ നടത്തിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതേസമയം ആണവ നിലയത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് സാറ്റലൈറ്റ് ദൃശ്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നാതൻസ് ആണവ പദ്ധതിക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കാര്യമായ തകരാർ സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഇറാന്റെ ഭീഷണിക്ക് നേരെയുള്ള ആക്രമണമാണെന്നും ഇത് തുടരുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. കുറ്റകൃത്യത്തിന് കഠിനമായ ശിക്ഷ പ്രതീക്ഷിക്കണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. എന്നാൽ സുരക്ഷ ഭയന്ന് ഖമേനിയും കുടുംബവും ബങ്കറിൽ അഭയം തേടിയിരിക്കുകയാണ്. US പിന്തുണയോടെയാണ് ഇറാൻ ആണവ പദ്ധതിയുടെ ആരംഭം. 1957 പ്രസിഡന്റ് ഐസൻഹോവറിന്റെ ആറ്റംസ് ഫോർ പീസ് പദ്ധതിക്ക് കീഴിലാണ് ഇറാൻ ആണവോർജ പദ്ധതി ആരംഭിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തോടെ US ഇറാൻ ബന്ധം പൊളിയുന്നതുവരെ ഇത് തുടരുകയായിരുന്നു. എന്നാൽ ഇറാൻ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. US ആശങ്കയോടെ വീക്ഷിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നതാൻസ്. ഗവേഷണവും ഊർജ്ജോൽപാദനവും ലക്ഷ്യമിട്ടുള്ള സമാധാനപരമായ ആണവ പദ്ധതിയാണെന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിർവ്യാപന കരാറിൽ കക്ഷിയായ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കരുതെന്ന ഉടമ്പടി പിന്തുടരുന്നതായും വാദിച്ചു. അതേസമയം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും മറ്റ് പ്രധാന നീക്കങ്ങൾ മറച്ചുവെക്കുന്നതിനെക്കുറിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ ആരോപിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ നേരത്തെയും അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിട്ടിരുന്നു. ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകത്തിന് പിന്നിൽ മൊസാദാണെന്ന് 2010 മുതൽ ഇറാൻ ആരോപിക്കുന്നുണ്ട്. 2007 മുതൽ 2010 വരെ 5 ആണവ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ സുപ്രധാന ആണവ ശാസ്ത്രജ്ഞനായ ഫെരേദ്യൂൻ അബ്ബാസി മാത്രമാണ് അന്ന് മൊസാദിൽ നിന്ന് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അബ്ബാസിയും മുഹമ്മദ് മെഹിദി തെഹ്റാൻജിയും കൊല്ലപ്പെട്ടു. 2020 നവംബറിലാണ് ഇറാന്റെ സുപ്രധാന ആണവ ശാസ്ത്രജ്ഞനായ മൊഹ്സൻ ഫക്രിസാദയെ മൊസാദ് വധിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ ഇരിക്കെയാണ് ഫക്രിസാദയെ മൊസാദ് ഏജന്റുമാർ കൊലപ്പെടുത്തിയത്. നതാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് 2010 നടന്ന സൈബർ ആക്രമണമാണ് സ്റ്റക്സ്നെറ്റ് വേം. മൊസാദ് US പിന്തുണയോടെ നടത്തിയ ആക്രമണമാണെന്നാണ് ആരോപണം. 2018 ഇറാന്റെ ആണവ ആർക്കൈവിൽ മോഷണം നടത്തിയതായും 55,000 പേജുകളുള്ള ആണവ വിവരങ്ങൾ ലഭിച്ചതായും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. 2020 2021 നതാൻസിലെ സെൻട്രിഫ്യൂഗൽ പ്ലാന്റിലും യുറേനിയം പ്ലാന്റിലുമുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നിലും മൊസാദാണെന്നാണ് പരക്കെ ആരോപണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.